എനിക്ക് തിരിച്ച് വെള്ളയമ്പലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആ ശാസ്തമംഗലം ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയിട്ട് അപ്പുറത്ത് വേദിക എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു യൂ ടേൺ ഉണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ യൂ ടേൺ. അവിടുന്ന് ഞാൻ യൂ ടേൺ എടുക്കുമ്പോൾ വളരെ ദൂരം നിന്നൊരു വണ്ടി സ്പീഡിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂ ടേൺ എടുത്ത് സ്പീഡ് കുറഞ്ഞ ട്രാക്കിലേക്ക് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡുള്ള ട്രാക്കിലേക്ക് വരും മറ്റൊരു വാഹനത്തിന് പോകാം. പക്ഷേ ആ ട്രാക്കിലേക്ക് പോകുന്ന വാഹനം അദ്ദേഹത്തിന് വളരെ ഫ്രീ ആയി റോഡ് കിട്ടിയില്ല എന്നുള്ളതിലാണ് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് ഒരാൾ വളരെ ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് അവനോട് പോളാൻ നിൻ്റെ കാര്യം നോക്കിയെന്ന് ഞാൻ തിരിച്ചു പറയുന്നു. അപ്പോൾ അവൻ എന്നെ ആ വാഹനത്തിരുന്ന് എന്നെ ഓടിച്ചുകൊണ്ട് തന്നെ ഒച്ചയെടുക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ നോക്കാൻ കേരളത്തിലെ പോലീസുണ്ട് എന്ന് ഞാൻ തിരിച്ചു പറയും. അപ്പോഴാണ് ഇന്ന് പോലീസ് വന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടിയിൽ. അപ്പോൾ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റില്ല, വണ്ടി എടുത്ത് മാറ്റാൻ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നു. അദ്ദേഹം വണ്ടി മാറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടി സൈഡിലോട്ട് വാഹനം ഒതുക്കിയതിന് ശേഷം എൻ്റെ വണ്ടി അപ്പോൾ പിന്നെ ഒരു റോഡിൽ കൂടെ വണ്ടി പാസ് ചെയ്യും. അപ്പോൾ എൻ്റെ വണ്ടി പിന്നെയും മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്ന് ബഹളം ഉണ്ടാക്കുകയും ആ സമയമാണ് ബഹളം ഉണ്ടാക്കി എൻ്റെ ബോണറ്റിലേക്ക് അടിക്കുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം കൂടുന്ന സമയത്ത് എനിക്ക് അതേ ചെറുപ്പക്കാരനെ പോലെ ബഹളം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ വാഹനത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ മനസ്സിലായിരുന്നോ മാധവ സുരേഷ് ആണ്? എനിക്ക് മനസ്സിലാവുക മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം റോഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, അതിൻ്റെ ഇത് കാണിക്കണ്ട. എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ട് തന്നെ പറഞ്ഞു, അത് കാണിക്കണ്ട, അത് കാണിച്ചാൽ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് കാണിക്കേണ്ടെന്ന് പറയുകയും നിനക്ക് നിനക്കല്ല നിൻ്റെ അച്ഛൻ്റെ പേര് പറയിപ്പിക്കേണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അച്ഛന് പറഞ്ഞതായി. ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വരുന്നു. പോലീസ് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒച്ചയും ബഹളവും കണ്ടപ്പോൾ പോലീസിന് ഒരു നോർമാലിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ വാഹനത്തിൽ ജീപ്പിൽ കയറ്റുന്നതും എന്നോട് വാഹനം എടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ സ്റ്റേഷനിൽ എത്തുമ്പോൾ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുമ്പോൾ മദ്യപിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പ്രായമുള്ള ചെറുപ്പക്കാരല്ലേ, അതൊക്കെ ഒരു ഷോ കാണിക്കും, അതങ്ങ് വിട്ടു അപ്പോഴത്തന്നെ. അത്രയേ ഉള്ളൂ, അതിലപ്പുറം ഉണ്ടായില്ല.